നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും സ്വാഗതം. ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വീഡിയോയിലേക്ക് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് 2500 രൂപ വരെ ലഭിക്കും. അതും APL BPL വ്യത്യാസമില്ലാതെ സംസ്ഥാനത്ത് റേഷൻ കാർഡുള്ള ആളുകൾ എല്ലാവരും തന്നെ ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പാണ് പങ്കുവെക്കുന്നത്. വീഡിയോ മുഴുവനായി കാണുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കേരളം നേരിടുന്ന ഒരു വലിയ വിപത്താണ് പൊതുസ്ഥലങ്ങളിലെ മാലിന്യം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഈ ഒരു തലമുറയെ മാത്രമല്ല, വരും തലമുറയെ തന്നെ വലിയ തോതിൽ തന്നെ ബാധിക്കുകയും ചെയ്യുന്ന ഒരു വിപത്താണ്. ഇതിന് കാരണക്കാരായിട്ടുള്ള ആളുകൾ മറ്റാരുമല്ല, നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു പരിഹാരം എന്ന രീതിയിൽ പൊതുജനങ്ങളുടെ കൂടി പങ്കാളിത്തത്തോടെ പരിഹാരം കാണാനൊരുങ്ങുകയാണ് സർക്കാർ. 2500 രൂപയാണ് പുതിയ നടപടിയിലൂടെ ഓരോരുത്തരുടെയും അക്കൗണ്ടുകളിലേക്കോ അല്ലെങ്കിൽ കൈകളിലേക്കോ ലഭിക്കാൻ പോകുന്നത്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന ആളുകളെ കുറിച്ച് വിവരം നൽകുന്ന ആളുകൾക്ക് സർക്കാർ ഒരു പാരിതോഷികം നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തെളിവ് സഹിതം വിവരം നൽകുകയാണെങ്കിൽ നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന്, അതായത് പഞ്ചായത്തോ അല്ലെങ്കിൽ കോർപ്പറേഷനോ എന്നിവയിലേതെങ്കിലും ഒന്നിൽ നിന്ന് നിങ്ങൾക്ക് പാരിതോഷികം ലഭിക്കും. മാലിന്യം നിക്ഷേപിക്കുന്നവരിൽ നിന്നും ഫൈനായി ഈടാക്കുന്ന തുകയിൽ നിന്നുള്ള 25% തുകയാണ് നിങ്ങൾക്ക് പാരിതോഷികം എന്ന രീതിയിൽ ഒരു തുക നൽകുന്നത്. പരമാവധി 2500 രൂപയാണ് പാരിതോഷികമായി നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവും നിലവിലുണ്ട്. മാലിന്യം നിക്ഷേപിക്കുന്നവരെ കുറിച്ചുള്ള വിശ്വസനീയമായ വിവരങ്ങൾ ചിത്രങ്ങൾ സഹിതമോ അല്ലെങ്കിൽ വീഡിയോ സഹിതമോ വിവരം നൽകുന്നവർക്കാണ് ഈ ഒരു പാരിതോഷികം ലഭിക്കുക. പിഴത്തുക ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ പാരിതോഷികം വ്യക്തികളുടെ അക്കൗണ്ടുകളിലേക്ക് കൈമാറും. ഇതിനായി പൊതുജനങ്ങൾക്ക് വിവരം കൈമാറാൻ ഫോൺ നമ്പറും ഇമെയിൽ ഐഡിയും തദ്ദേശ സ്ഥാപനങ്ങൾ പ്രസിദ്ധപ്പെടുത്തും. സർക്കാരിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതിന് സംബന്ധിച്ചുള്ള പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ മാലിന്യ നിക്ഷേപം നടത്തുന്നവരെ കുറിച്ച് തെളിവ് സഹിതം വിവരം നൽകുന്നവർക്ക് പിഴ ഈടാക്കുന്ന മുറയ്ക്ക് പാരിതോഷികം നൽകുവാൻ തീരുമാനമായിട്ടുണ്ട്. മാലിന്യ നിക്ഷേപം സംബന്ധിച്ച വിവരങ്ങൾ 88 90 94 27 എന്ന നമ്പറിൽ അല്ലെങ്കിൽ 88 90 94 29 എന്നീ നമ്പറുകളിൽ അറിയിക്കാവുന്നതാണ്. കൂടാതെ തിരുവനന്തപുരം tmc@gmail.com എന്ന അഡ്രസ്സിലൂടെയും നിങ്ങൾക്ക് മെയിൽ ചെയ്യുവാൻ സാധിക്കും. ഇനി അടുത്തതായി സംസ്ഥാനത്ത് ആധാർ ഉള്ള ആളുകൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് വന്നിരിക്കുന്നത്. ആധാർ സൗജന്യമായി പുതുക്കുവാനുള്ള സമയപരിധി ഇപ്പോൾ നീട്ടിയതായിട്ടുള്ള അറിയിപ്പാണ് ലഭിച്ചിരിക്കുന്നത്. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. ആധാർ കാർഡിലെ തിരിച്ചറിയൽ വിവരങ്ങൾ, വിലാസം അടക്കമുള്ളവ സൗജന്യമായി പുതുക്കുവാനുള്ള സമയപരിധിയാണ് 2024 സെപ്റ്റംബർ 14 വരെ നീട്ടിയത്. സമയപരിധി അവസാനിക്കാറായതോടെ അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റും നല്ല തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. തീയതി നീട്ടിയ സാഹചര്യത്തിൽ ആധാർ ഉടമകൾ തിരക്ക് കൂട്ടേണ്ടതില്ല. ഓഫ്ലൈനായി ആധാർ കേന്ദ്രത്തിൽ എത്തി പുതുക്കുവാൻ 50 രൂപയാണ് ഫീസ് നൽകേണ്ടത്. പേര്, ജനന തീയതി, വിലാസം മുതലായ വിവരങ്ങളാണ് ഓൺലൈനിലായി തിരുത്തുവാൻ സാധിക്കുക. ഫോട്ടോ, അതുപോലെ തന്നെ ബയോമെട്രിക്, ഐറിസ് തുടങ്ങിയ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആധാർ കേന്ദ്രങ്ങളിൽ തന്നെ പോകണം. 10 വർഷത്തിലൊരിക്കലെങ്കിലും ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ UIDAI നിർദ്ദേശിച്ചിട്ടുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ആധാർ കേന്ദ്രങ്ങൾ വഴിയും ഈ ഒരു സേവനം ലഭിക്കുന്നതിന് 50 രൂപയാണ് നിങ്ങൾ ഫീസായി നൽകേണ്ടത്. എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം.